സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. ഹരികുമാർ സാർ, നമസ്കാരം. നമസ്തേ ജയപ്രകാശ് സാർ, നമ്മുടെ ഇന്ത്യ വൈദ്യുത ബാറ്ററി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു വിമാനം ഏറ്റവും അടുത്ത് തന്നെ പുറത്തിറക്കും, ഇലക്ട്രിക് വിമാനം പുറത്തിറക്കും എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അതിന് ലാൻഡിങ്ങിനൊന്നും വലിയ സ്പേസ് വേണ്ട എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ, അതിൻ്റെ പരീക്ഷണ പറപ്പിക്കൽ നടത്തിയതായിട്ടുമാണ് വാർത്ത കേൾക്കുന്നത്. സാർ, ഇത്തരത്തിലൊരു വിമാനം പണിപ്പുരയിലാണോ അതോ അത് പരീക്ഷണ പറപ്പിക്കൽ നടന്നോ? എന്താണ് ആ വിമാനത്തിൻ്റെ പ്രത്യേകത, ഒന്ന് പറയാമോ? ഫ്ലൈജന്റ് എയറോസ്പേസ് എന്ന അഹമ്മദാബാദ് ആസ്ഥാനമായിട്ടുള്ള കമ്പനി ഈ കഴിഞ്ഞ ദിവസം ഈ ഹൈബ്രിഡ് ഇലക്ട്രിക് ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എയർക്രാഫ്റ്റ് എന്ന കാറ്റഗറി പെടുന്ന, അതായത് ഇലക്ട്രിക് ബാറ്ററികളും അതോടൊപ്പം സാധാരണ ഏവിയേഷൻ ഫ്യൂവലും ഉപയോഗിക്കുന്ന ഒരു വിമാനം പരീക്ഷണ പറക്കൽ വിജയകരമായിട്ട് നടത്തി. അത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ തന്നെ വളരെയധികം രാജ്യങ്ങളിലൊന്നും ഇത്തരം വിമാനങ്ങൾ നിർമ്മിക്കുന്നില്ല. അമേരിക്ക, ദക്ഷിണ കൊറിയ, പിന്നെ സ്വീഡൻ, ഇങ്ങനെ 3 രാജ്യങ്ങളിൽ മാത്രമേ ഇത്തരം ഹൈബ്രിഡ് വിമാനങ്ങൾ നിർമ്മിക്കുന്നു. ഈ ഹൈബ്രിഡ് വിമാനത്തിന്റെ പ്രത്യേകത അയ്യപ്പദാസ് ആദ്യം സൂചിയുടെ ആവശ്യമേ ഉള്ളൂ. അതായത് വെറും 22 മീറ്റർ നീളമുള്ള ഒരു റൺവേ മതിയാകും ഈ വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വിമാനത്തിന് നല്ല ശക്തി, ഊർജം ആവശ്യമുണ്ട്. ആ സമയത്ത് ഈ ബാറ്ററി, ഇലക്ട്രിക് ലിഥിയം അയോൺ ബാറ്ററികളുണ്ട് ഇലക്ട്രിക് കാറിലൊക്കെ ഉപയോഗിക്കുന്നത്. അതിന്റെ വലിയ ശക്തി കൂടിയ ലിഥിയം അയോൺ ബാറ്ററി പ്രവർത്തിച്ചിട്ട് ആ ശക്തി പ്രദാനം ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ദീർഘദൂരം റൺവേയിലൂടെ ഓടി ഈ വിമാനത്തിന് ശക്തി എടുക്കേണ്ട വരുന്നില്ല. ഈ വിമാനം ഏതാണ്ട് കുത്തനെ തന്നെ മുകളിലോട്ട് ഉയരും. അതുപോലെ തന്നെ ലാൻഡിങ്ങും. ഈ വിമാനം അത്രയധികം ആൾക്കാരൊന്നും ഇതിൽ കയറാൻ പറ്റില്ല. 9 പാസഞ്ചേഴ്സിനെ കയറ്റാവുന്ന ഒരു പ്രോട്ടോടൈപ്പാണ് ഈ കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചത്. അതൊരു 13 മാറ്റിയെടുക്കുക. അത് മാത്രവുമല്ല, 1500 കിലോ ഭാരം അഡീഷണൽ ആയിട്ട് വഹിക്കുകയും ചെയ്യും, കാർഗോ. അപ്പോ ഇതിന്റെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം സാധാരണ വിമാനങ്ങളൊന്നും പോകാത്ത ഇടങ്ങളിൽ, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു റൺവേ ഇല്ല, മലമ്പ്രദേശങ്ങൾ, അതുപോലെ ചതുപ്പ് ഉള്ള പ്രദേശങ്ങൾ, അവിടെയൊക്കെ വളരെ ഉറപ്പുള്ള ഭൂമി വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. അത്തരം ഉറപ്പുള്ള ഭൂമി, ചെറിയ ഭൂമി മതി ഇതിന് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും. അതായത് ഇപ്പൊ ഒരു പുല്ല് നിറഞ്ഞ ഒരു സ്ഥലത്താണെങ്കിൽ ഈ വിമാനം വന്ന് ഇറങ്ങും, അതുപോലെ അവിടുന്ന് ടേക്ക് ഓഫും ചെയ്യും. ഇത് സൈനിക ആവശ്യങ്ങൾക്ക് ഇതിന് വലിയ പ്രയോജനമുണ്ട്. കാരണം യുദ്ധങ്ങൾ നടക്കുമ്പോൾ പലതും ഇത്തരം മരുഭൂമി പ്രദേശങ്ങളോ അല്ലെങ്കിൽ ഹിമാലയൻ പർവ്വത നിരകള്, രാജസ്ഥാനിലെ അല്ലെങ്കിൽ ബലൂചിസ്ഥാനിലെ ഒക്കെ മരുഭൂമി, ഇവിടെയൊക്കെ ഇതിന്റെ പ്രസക്തി വളരെ കൂടുതലാണ്. ഇത് തദ്ദേശീയമായിട്ട് ഒരു കമ്പനി നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് നമുക്ക് അഭിമാനത്തിന് വകയുണ്ട്. അവരുടെ സ്വന്തം ടെക്നോളജിയാണ്. ക്ലൈജന്റ് എയറോസ്പേസ് എന്നാണ് കമ്പനിയുടെ പേര്. ഇത് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള സരള ഏവിയേഷൻ എന്നൊരു കമ്പനിയും ഇത്തരത്തിലൊരു വിമാനം നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ അവര് പരീക്ഷണ പറക്കലൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ക്ലൈജന്റ് കുറച്ചുകൂടെ മുന്നിട്ട് നിൽക്കുകയാണ്. ഈ ക്ലൈജന്റില് ലോകത്തിലെ വിവിധ വിമാന കമ്പനികളിൽ ജോലി ചെയ്ത, പ്രത്യേകിച്ച് അമേരിക്കയിലെ ഈ ലോക്ഹീഡ് മാർട്ടിൻ ഉണ്ടല്ലോ, F-22 ഒക്കെ ഉണ്ടാക്കുന്ന, അതിൽ ജോലി ചെയ്ത എഞ്ചിനീയർമാരൊക്കെ ഇന്ത്യക്കാരായിട്ടുള്ള ചിലരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ആ തിരിച്ചു വന്ന ആൾക്കാരൊക്കെ ഇതിനകത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിനകത്തിൽ സാങ്കേതിക വിദഗ്ധർ ആവശ്യത്തിനുണ്ട്. സ്റ്റാർട്ടപ്പ് എന്നാണ് പേരെങ്കിലും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം, ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ജോലി ചെയ്ത ആൾക്കാരുടെ, യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച ആൾക്കാരുടെ ഒക്കെ സാന്നിധ്യം ഈ ക്ലൈജന്റ് ഏവിയേഷനില്, ക്ലൈജന്റ് എയറോസ്പേസിലുണ്ട്. അതായിരിക്കണം അവരെ ഇങ്ങനെ ഒരു നേട്ടം വളരെ വേഗത്തിലാണ്. കാരണം കമ്പനി 2023 മാത്രം തുടങ്ങിയതാണ്. തുടങ്ങി ഒരു 3 കൊല്ലത്തിനുള്ളിൽ അവർ കാര്യം ഒരു ചെറുതാണെങ്കിൽ സാധിച്ചെടുത്തു.
ഈ സർക്കാർ കമ്പനികളൊക്കെ നാഷണൽ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള HAL പോലുള്ള HAL യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ ഈ NAL യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കാനാണ് കൊണ്ടുവന്നത്. ഞാൻ 2007 ഞാൻ അവരുടെ ഒരു പത്രസമ്മേളനത്തിൽ മംഗലാപുരത്ത് പങ്കെടുത്തിട്ട്, അപ്പൊ അന്ന് അവര് യാത്രാ വിമാനം 18 പേര് കയറുന്ന യാത്രാ വിമാനം നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് ശരിയായിട്ടില്ല. ഇടയ്ക്ക് അവർ നിർമ്മിച്ചു, പക്ഷെ അത് ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പലതും തകർന്നു വീഴുകയൊക്കെ ചെയ്തു. അങ്ങനെ അവസാനം ആ പ്രോജക്റ്റ് പിന്നെയും കിടന്ന് ഇഴയുകയാണ്. പക്ഷെ ഒരു സ്വകാര്യ കമ്പനി ഒരു 3 വർഷം കൊണ്ട് എത്ര വേഗത്തിൽ, അത് പ്രോട്ടോടൈപ്പ് ആണ്, പക്ഷെ എന്നിരുന്നാൽ പോലും അത് പറന്നുയർന്നല്ലോ. ഒരു പൈലറ്റ് കയറി ഇരുന്നിട്ട് ഒരു വിമാനം പറത്തി, അത് തീർച്ചയായിട്ടും അവർക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലാൻഡിങ്ങും ടേക്ക് ഓഫും ഇലക്ട്രിക് ബാറ്ററിയുടെ സഹായത്തോടു കൂടിയ, അതുകൊണ്ട് തന്നെ അതിന് വളരെ ചെറിയൊരു സ്ഥലം മാത്രം, റൺവേ ചെറിയ നീളം, 22 മീറ്റർ എന്ന് പറഞ്ഞാൽ 2 ബസ് കൂട്ടിയിട്ടിരുന്ന അത്ര നീളവേ ഈ റൺവേക്ക്, അത് മതി. ആ റൺവേ അങ്ങനെ അതിലൂടെ ഈ വിമാനം പറന്നു വരും. അതിനുശേഷം ക്രൂയിസിംഗ് എന്ന് പറയുന്ന ആകാശത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വിമാനം ക്രൂയിസിംഗ് സ്റ്റേജ് ഉണ്ട്. അതായത് ഒരു വേഗത അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും. നമ്മൾ വിമാനത്തിൽ പോകുമ്പോൾ നമുക്കറിയാം പിന്നീട് കുലുക്കമൊന്നുമില്ല. അപ്പോ ആ സമയത്താണ് നമുക്ക് ഫുഡൊക്കെ കൊണ്ട് സെർവ് ചെയ്യുന്നതും, നമുക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ പോവാം. അപ്പൊ ആ ക്രൂയിസിംഗ് സ്റ്റേജ് ആകുമ്പം ഇത് ഏവിയേഷൻ ഫ്യൂവലിലോട്ട് മാറും. അപ്പം ഈ 2 എഞ്ചിനും 2 രീതിയിലും മാറി മാറി ഈ വിമാനം പ്രവർത്തിക്കും. ഇലക്ട്രിക് ബാറ്ററിയിലും പ്രവർത്തിക്കും, ഏവിയേഷൻ ഫ്യൂവലിലും പ്രവർത്തിക്കും. 1000 കിലോമീറ്റർ വരെ ഈ ഒരു ബാറ്ററി ചാർജും അതുപോലെ ഫ്യൂവൽ ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 1000 കിലോമീറ്റർ വരെ പോകാം. ഇപ്പൊ ചെറിയ പട്ടണങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ആലോചിക്കുക, ജമ്മു കാശ്മീരിലെ അല്ലെ ഹിമാചൽ പ്രദേശിലെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നിശ്ചയമായിട്ടും ഈ വിമാനത്തിന് വലിയ പ്രസക്തിയുണ്ട്. പിന്നീട് ഈ സൈനിക ആവശ്യങ്ങൾക്ക് ഇത് വലിയ ഉപയോഗം ചെയ്യും. ഇതിനെക്കുറിച്ച് ഉള്ള ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഈ വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നും കുറഞ്ഞ ചൂടേ വരികയുള്ളൂ. കാരണം ഈ ലാൻഡിങ്ങും ടേക്ക് ഓഫും ഒക്കെ ചെയ്യുന്നത് ബാറ്ററി ആയതുകൊണ്ട് അത്ര വലിയൊരു ചൂട് സാധാരണഗതിയിലുള്ള എഞ്ചിൻ പ്രവർത്തിക്കുമ്പോഴുള്ള ഒരു ടർബോ ഷാഫ്റ്റോ ടർബോ ജെറ്റ് എഞ്ചിനൊക്കെ പ്രവർത്തിക്കുമ്പോഴുള്ള ചൂട് വരുന്നില്ല. അത് കാരണം ഈ ഹീറ്റ് സീക്കിംഗ് മിസൈലുകൾക്ക് ഈ വിമാനത്തെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോ വിമാനത്തിന് വലിയൊരു രക്ഷയാണ്. പിന്നെ സൗണ്ട് വളരെ കുറവാണ്. അതും പലപ്പോഴും ഈ റഡാറുകൾ, റേഡിയോ തരംഗങ്ങൾ വെച്ചിട്ടാണ് ഒരു വിമാനത്തെ അല്ലെങ്കിൽ മിസൈലിനെ ഒക്കെ സ്പോട്ട് ചെയ്യുന്നതെങ്കിലും ഈ സൗണ്ടും ഒരു പ്രധാന ഘടകമാണ്. ഈ സൗണ്ട് പിടിച്ചെടുത്തിട്ട് വിമാനത്തിന്റെ കൃത്യസ്ഥാനമൊക്കെ നിർണ്ണയിക്കും. പക്ഷെ ഈ സൗണ്ടും ചൂടും ഈ വിമാനത്തിന് വളരെ കുറവാണ് സ്വാഭാവികമായിട്ട്. അപ്പൊ വിമാനത്തിന് സ്വാഭാവികമായിട്ടും ചില ലെവൽ ഓഫ് സ്റ്റെൽത്ത്, റഡാറിൽ നിന്നും മറിഞ്ഞ് അല്ലെങ്കിൽ മറ്റ് ഹീറ്റ് സീക്കറുകളിൽ നിന്നുമൊക്കെ മാറി നിൽക്കാനുള്ള ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. ഒരു സൈനിക വിമാനം എന്നുള്ള നിലയ്ക്ക് അപ്പൊ ഇതിന് വലിയ പ്രസക്തിയുണ്ട്. ഇപ്പം 1500 കിലോയോളം കാർഗോ കൊണ്ടുപോകുന്ന ഒരു വിമാനം എന്ന് പറയുമ്പോൾ ഒരുപാട് സൈനിക ആവശ്യത്തിനുള്ള പിന്നെ ഉപകരണങ്ങൾ, തോക്കുകളാവാം, നിരീക്ഷണ ഉപകരണങ്ങളാവാം, അതല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള അമ്യൂണിഷൻ ആവാം, ഷെല്ലുകൾ, ഇതൊക്കെ കൊണ്ടുപോകാൻ ഈ വിമാനത്തിന് സാധിക്കും. ഇപ്പൊ ഒരു 10-12 പട്ടാളക്കാരുമായിട്ട് ഒരു ചെറിയ, ഇപ്പോ ഈ 9 പേര് കയറി പോയത് ഒരു പ്രോട്ടോടൈപ്പാണ്. ഒരു 13-14 കയറുന്ന ഫൈനൽ ഈ വിമാനം ഇറങ്ങുമ്പോൾ ഒരു 14 ആൾക്കാരോളം കയറ്റാൻ പറ്റുന്ന രീതിയിലായിരിക്കും വിമാനം. അപ്പോ ഒരു ചെറിയ മിഷന് തീർച്ചയായിട്ടും ഒരു സംഘം പട്ടാളക്കാരെ കൊണ്ടുപോകാൻ ഇതിന് വളരെ വേഗത്തിൽ സാധിക്കും. ഇതൊരു വലിയ മുന്നേറ്റമാണ്. യഥാർത്ഥത്തില് അമേരിക്കയൊക്കെ ഇത്തരം വിമാനങ്ങൾക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. കാരണം ഫ്യൂവൽ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. ലാൻഡിങ്ങിന്റെ ടേക്ക് ഓഫിന്റെ സമയത്ത് ഇത് ഫ്യൂവൽ ഉപയോഗിക്കുന്നില്ല. അപ്പോ കാർബൺ എമിഷൻ ഒക്കെ കുറവാണ്. അതുപോലെ ചെലവും കുറഞ്ഞിരിക്കും. ഈ ദക്ഷിണ കൊറിയയാണ് ഇത് കുറേയധികം വിമാനങ്ങൾ അവർ ഓൾറെഡി ഓപ്പറേഷനിലായിട്ടുണ്ട്. US-ലും ഉണ്ട് ചില വിമാനങ്ങൾ ഓപ്പറേഷനിലായിട്ട്. അതുപോലെ സ്വീഡനിലെ ഹാർട്ട് എയറോസ്പേസ് എന്ന ഒരു വിമാന നിർമ്മാണ കമ്പനി ഈ വിമാനം നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളാണ് ഈ വിമാനം നിർമ്മിക്കുന്നത്. ചൈന നിർമ്മിക്കുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ
ഈ ഒരു മേഖലയില് ഒരു വലിയ കാൽവെപ്പാണ് നടത്തിയത്. അക്കാര്യത്തിൽ സാർ ഒരു ഒരു സംശയവും സംശയം ചോദിച്ചോട്ടെ സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇത് സാർ, ഇത് യുദ്ധവിമാനങ്ങളായിട്ടല്ലേ നമ്മളിത് ഉപയോഗിക്കുന്നത്? കാര്യം ഇത് പൊങ്ങുന്നതും പറയൂ സാർ. ഇത് യുദ്ധവിമാനമല്ല, യുദ്ധമേഖലയിൽ ട്രാൻസ്പോർട്ടേഷൻ, അതെ ലോജിസ്റ്റിക് അതെ സാർ, ട്രാൻസ്പോർട്ടേഷൻ. അതായത് അതെ. പറഞ്ഞോളൂ സാർ. പക്ഷെ യുദ്ധത്തിൽ മാത്രമല്ലല്ലോ, അല്ലാത്ത സമയത്ത് ഇപ്പൊ സമാധാന കാലത്തും നമുക്കിപ്പോ ഒരു ചെറിയ, ഇപ്പൊ ഇവിടുന്ന് ലക്ഷദ്വീപിലേക്ക് പോകണം. ലക്ഷദ്വീപില് ആകെ ഒരു ദ്വീപിൽ മാത്രമല്ലേ ഉള്ളൂ എയർപോർട്ട്. അവിടെ ചെന്നിട്ട് പിന്നെ വേറൊരു ബോട്ടിൽ വേണം അങ്ങോട്ട് പോകേണ്ടത്. ഇപ്പം ഉദാഹരണത്തിന് കവരത്തിയില് ലക്ഷദ്വീപിന്റെ തലസ്ഥാനത്ത്, അല്ലെ അവിടെ നിന്നിട്ട് അടുത്ത ഒരു ചെറുദ്വീപിലേക്ക് പോകണമെങ്കിൽ ഇത്തരം ഒരു വിമാനം ഉണ്ടെങ്കിൽ സാധിക്കുമല്ലോ. ഇപ്പൊ ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് ഇത്തരം ഒരു വിമാനം വാങ്ങിച്ചാൽ അവർക്ക് അവരുടെ നേരെ മുറ്റത്ത് ഇത് ലാൻഡ് ചെയ്യും. അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് പലയിടവും വെള്ളം പൊങ്ങി കിടക്കായിരിക്കും. ഒരു ചെറിയ ചെറിയ സ്ഥലം മാത്രമേ ചിലപ്പോ ഒരു ചെറിയ കര ഉണ്ട്. അവിടെ പോയിട്ട് അവിടെ ഒരു അവിടെ പോയിട്ട് ഒരു വള്ളത്തേലെ ആൾക്കാരെ അവിടോട്ട് കൊണ്ടുവന്നിട്ട് ഈ വിമാനം അവിടെ ഇറങ്ങി കുറച്ച് ആൾക്കാരെ, അപ്പൊ അതായത് ഒരു 14 പേരെ കൊണ്ടുവരാം. അതായത് ഇതൊരു ഹെലികോപ്റ്റർ സാധാരണ 14 പാസഞ്ചേഴ്സ് മാത്രമല്ല, ഞാൻ അഡീഷണലി ഒരു 1400 കിലോ കാർഗോയും 1500 കിലോ കാർഗോയും ഇതിന് പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അടിയന്തര ഘട്ടങ്ങളിലൊക്കെ ഈ വിമാനം ഉപയോഗിക്കാം. സാർ അതുപോലെ ഒരു സംശയം. ഇത് ടേക്ക് ഓഫിന് അതുപോലെ ലാൻഡിങ്ങിന് ബാറ്ററി ഉപയോഗിക്കുന്നു പറയുമ്പോൾ ആകാശമാർഗ്ഗം സഞ്ചരിക്കുമ്പോൾ ഇന്ധനമാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആ സമയം ആകാശമാർഗ്ഗം ആവുമ്പോഴത്തേക്കും ഇത് ഇന്ധനത്തിൽ പ്രവർത്തനം ആരംഭിക്കുമോ? അങ്ങനെയാണോ? അതെ അതെ അതെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ക്രൂയിസിംഗ് എന്ന് പറയുന്നത് ഈ വിമാനം ഒരു നിശ്ചിത ഉയരത്തിലെത്തിയിട്ട് വിമാനത്തിന് സ്ഥിര വേഗത കൈവരിക്കും. ആ സ്ഥിര വേഗത കൈവരിക്കുന്ന അവസരത്തിൽ ഇത് ഈ ഒന്നുകിൽ ഇതിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറഞ്ഞ് ജെറ്റ് ഏവിയേഷൻ ഫ്യൂവലോ അല്ലെങ്കിൽ ഡീസലോ. ഡീസൽ സാധാരണ നമ്മുടെ കാറിലൊന്നും ഉപയോഗിക്കുന്നില്ല, റിഫൈൻഡ് കുറച്ചുകൂടി ശുദ്ധീകരിച്ച ഡീസലാണ് ഈ വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരം ഡീസലോ ഒക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ ആ എഞ്ചിനിലോട്ട് സ്വിച്ച് ചെയ്യും. രണ്ടിലും മാറി മാറി പറക്കാം. അപ്പൊ ബാറ്ററി ഏറ്റവും കൂടുതൽ ശക്തി വേണ്ട ചില സാഹചര്യങ്ങളിലേക്ക് ബാറ്ററി മാറ്റി വെക്കും. തിരിച്ച് പിന്നെ അല്ലാതെ ഒരു സ്ഥിര വേഗത കൈവരിക്കുമ്പോൾ അത്രയധികം ഊർജ്ജം വേണമെങ്കിൽ അത് ഏവിയേഷൻ ഫ്യൂവലിലോട്ട് മാറും. അപ്പൊ ബാറ്ററി കുറച്ചുകൂടെ സേവ് ചെയ്യാമല്ലോ. കാരണം ഇത്രയും സമയം നിലനിൽക്കേണ്ട ബാറ്ററി ഒരുപക്ഷെ ഇത് അത്രയും വലിയ ബാറ്ററി ഉപയോഗിച്ചാൽ ഭാരം കൂടും വിമാനം. അതായിരിക്കും ഒരു ഘടകം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഹൈബ്രിഡ് എഞ്ചിൻ എന്നുള്ള ഒരു കാറ്റഗറി വരുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും ഇലക്ട്രിക് ബാറ്ററിയിൽ തന്നെ പ്രവർത്തിക്കുന്ന വിമാനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ബാറ്ററിയിൽ പ്രവർത്തിക്കാമെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ക്രൂയിസിംഗും ബാറ്ററി നടത്താം. ബാറ്ററിയുടെ സൈസ് കുറച്ചുകൂടെ ചെറുതാക്കാനും ഭാരം കുറയ്ക്കാനുമുള്ള ടെക്നോളജി വരും ദിവസങ്ങളിൽ നിശ്ചയമായിട്ടും ആ ടെക്നോളജി കൈവരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ഇപ്പൊ റീജിയണൽ മൊബിലിറ്റി എന്നുള്ള ഒരു സങ്കല്പമാണ് വിമാനത്തിനുള്ളത്. എന്തായാലും ശരി, ഇപ്പോ പ്രോട്ടോടൈപ്പ് വിമാനം പറന്നുയർന്ന സ്ഥിതിക്ക് 2 കൊല്ലത്തിനുള്ളിൽ യഥാർത്ഥ വിമാനത്തിന്റെ പരീക്ഷണ പറക്കലുകൾ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. 9 പേരെ കയറ്റാവുന്ന സൈസിലുള്ള വിമാനം ഇപ്പൊ തന്നെ പറന്നുയർന്നു. അപ്പോ ഇനി ഇതിന്റെ മറ്റു ചില കാര്യങ്ങൾ അവർ പറയുന്നത്, ഇത് അത്ര വലിയ വിലയുള്ള വിമാനമല്ല. ഇപ്പൊ അധികം ആൾക്കാരില്ലാത്ത ചെറുപട്ടണങ്ങളിലേക്കൊക്കെ അടിയന്തര ആവശ്യങ്ങൾക്ക് സർവീസ് നടത്താനൊക്കെ ഈ വിമാനം ധാരാളം മതിയാവും. അപ്പൊ അത്തരം ഉപയോഗങ്ങൾക്ക് പലപ്പോഴും ഒരു വലിയ ഹെലികോപ്റ്റർ വാങ്ങുന്നതിന് പകരം ഈ വിമാനം, വലിയ ഹെലികോപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ വലിയ ചെലവുണ്ട്. പിന്നെ മാത്രമല്ല ഹെലികോപ്റ്ററുകളുടെ ഒരു കുഴപ്പം, അതിന് അപകടങ്ങൾ ധാരാളമാണ്. വിമാനങ്ങളെ അപേക്ഷിച്ച് അതിന്റെ കുഴപ്പങ്ങൾ, അതിന്റെ ഡിസൈനും അതിന്റെ എഞ്ചിനും ഒക്കെ ആ രീതിയിലുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി സേഫാണ്, കുറച്ചുകൂടെ ചെലവ് കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ പറയുന്നത് ഈ ഡർട്ട് ഈ ചെളിയൊക്കെയുള്ള ട്രാക്കിൽ നിന്ന് പോലും ഇത് പറന്നു പോകും. അപ്പൊ അത് കുറച്ചുകൂടി റഫ് യൂസിന് പറ്റുന്ന ഒരു വിമാനമാണ്. കോമ്പാക്ട്, കൃത്യമായ ഒരു എയർ സ്ട്രിപ്പ് ഒന്നും വേണ്ട. ചെളിയുള്ള സ്ഥലമാകാം, പുല്ല് നിറഞ്ഞ സ്ഥലമാകാം, അവിടെ ഒക്കെ ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കും. അത് ഒരു വലിയ നേട്ടമാണ്. നമ്മുടെ നാട്ടില് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് പലപ്പോഴും മറ്റുള്ളവരെല്ലാം ഉണ്ടാക്കി വർഷങ്ങൾക്ക് ശേഷമാണ് പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ വിമാനത്തിന്റെ കാര്യത്തിൽ. പക്ഷെ ഇവിടെ
ഈ വിമാനം നമ്മളൊരു മേൽക്കൈ കിട്ടിയിട്ടുണ്ട്. ഇതിന് പേരിട്ടിരിക്കുന്നത്, ഇപ്പൊ പേരിട്ടിരിക്കുന്ന അവര്, എനിക്ക് തോന്നുന്നു CL-1000 എന്നോ, CL-1000 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോ വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും അതുപോലെ ഇത് സംബന്ധിച്ച് ഇതിന്റെ നിർമ്മാതാക്കൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വിടുമ്പോഴും, അതുപോലെ ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു കമ്പനിയും കൂടെ, സരള എയറോസ്പേസ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയും കൂടി ഈ മേഖലയിൽ ഉണ്ട്. ഇന്നലെ നടന്നത് ക്ലൈജന്റിന്റെ ആണ്. സരളയുടെ പുതിയ വിമാനം ഇറങ്ങുമ്പോൾ അതും ഒരുപക്ഷെ ഇതിനേക്കാൾ പ്രത്യേകത ഉള്ളതായിരിക്കാം. എന്തായാലും ശരി, കൂടുതൽ വിശദാംശങ്ങൾ പൊതുവിടത്തിൽ വരുന്നതിന് കമ്പനി പുറത്തുവിടുന്ന അനുസരിച്ച് നമുക്ക് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നന്ദി. താങ്ക് യു, സർ.